കോംപ്ലിമെന്റ്സ് എടുക്കാൻ കുറച്ച് പ്രശ്നമുണ്ടോ? അതാണ് എല്ലാം ഇങ്ങനെ ഒരുമിച്ച് വരുന്നതുകൊണ്ട് എല്ലാം കൂടെ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. വാണി വിശ്വനാഥ് ഉണ്ട്, രജനീകാന്ത്, മമ്മൂട്ടി, മോഹൻലാൽ എല്ലാം വാണി ചേച്ചി തന്നെ. നിങ്ങൾ രണ്ടാളും കൂടി ഒരു സിനിമ ചെയ്തിട്ടില്ലേ? അത് ഓൾമോസ്റ്റ് തീർന്നോ? ഇനി എന്നാ വരിക? എന്തിനാണ് ഇതിനെ കുറിച്ചൊക്കെ ബാസിക്കനെ അറിയില്ല. നീ ചേട്ടൻ പറയുന്നത് തമാശ ആണോ സീരിയസ് ആണോ എന്ന് മനസ്സിലാവുന്നില്ല. എന്റെ അവസ്ഥ ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. പാവം തോന്നുന്നുണ്ട് എനിക്ക്. എന്താ പറഞ്ഞ ആൾക്കാര്? കുറച്ചുകൂടെ നന്നായി കൂടെ. ഇത്ര വർഷമില്ല അഭിനയിക്കണത്, കുറച്ചുകൂടി നന്നായിട്ട് അഭിനയിച്ചു. ഇതുണ്ടല്ലോ ബാസിനെ കുറിച്ച് പറയുമ്പോ ബാസി അങ്ങനെ അതൊന്നും പറയല് വിചാരം. നല്ല ഇന്റർവ്യൂ, ഒരു കലക്കൻ ഇന്റർവ്യൂ അല്ലേ? കലക്കനാണ്. ആസാദി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ ഞാൻ പേഴ്സണലി കണ്ടപ്പോൾ മനസ്സിൽ വിചാരിച്ചത് ഇപ്പൊ ഏറെക്കുറെ നമുക്ക് സ്റ്റോറി ലൈൻ മനസ്സിലാവുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ തിയേറ്ററിൽ എന്താണ് ത്രില്ലിംഗ് ആയിട്ട് കിട്ടുക എന്നൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. ഒരു ഇച്ചിരി ജഡ്ജ്മെന്റലായിട്ടാണ് തിയേറ്ററിലേക്ക് പോയതെന്ന് പറയാം. പക്ഷെ എങ്ങനെയാണ് ആ സിനിമ എന്നറിയണമെങ്കിൽ, അവരെന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. ആസാദി വാസ് കിഡിലൻ, ഒന്നും പറയാനില്ല. ബ്യൂട്ടിഫുൾ എന്നല്ല ഞാൻ പറയാം, ത്രില്ലിംഗ് സിനിമ. ഭയങ്കര എന്താ പറയാ, ഞാൻ അത് കണ്ടിട്ട് ആദ്യം കുറേ നേരം ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ഡയറക്ടറിനോട് ആദ്യം കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഇത് ഫുള്ള് ടെൻഷൻ അടിപ്പിക്കുന്ന സാധനമാണോ എന്ന്. ടെൻഷനാണോ എന്ന് ചോദിച്ചാൽ ടെൻഷനാണ്, എന്നാൽ ഭയങ്കര കാമായിട്ട് പോകുന്നു. അപ്പൊ ടീം ആസാദി, വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. ആദ്യം ഞാൻ നായകനോട് ചോദിക്കട്ടെ, ഹൗ ഡിഡ് യു ഡു ഇറ്റ്? അതായത് ഇങ്ങനെ ഭയങ്കര ഈ സിനിമയുടെ ഫുൾ ലെങ്ത് കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെ പാവമായിട്ട്, എന്നാൽ പറയേണ്ടതൊക്കെ പറഞ്ഞ് ചെയ്യേണ്ടതൊക്കെ ചെയ്ത്, ഹൗ ഡിഡ് യു ഡു ഇറ്റ് ശ്രീനാഥ്? അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ, ഐ ജസ്റ്റ് ഡിഡ് ഇറ്റ് വാട്ട് ഐ വാസ് ആസ്ക്ഡ് ടു ഡു. ചോദിച്ച് ഇതാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, നമ്മളങ്ങനെ ചെയ്തു. അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കഥാപാത്രമായിരുന്നു രഘു. ഈ പറഞ്ഞ പോലെ അധികം വർത്താനൊന്നും പറയാത്ത ഒരു അജണ്ടയുള്ള ഒരാളല്ലേ. അപ്പോൾ ഓൾറെഡി പ്ലാൻഡ് ആണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാം ഓൾറെഡി അധികം വർത്താനം പറഞ്ഞാൽ അലമ്പാക്കണ്ടല്ലോ എന്നുള്ളൊരു കാര്യം. യൂഷ്വലി ഇങ്ങനത്തെ നായകന്മാര് വരുമ്പോ ഇവർക്കൊരു ഭയങ്കര BGM, ഇവർ പറയുന്ന ഡയലോഗുകൾക്ക് അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ടാവല്ലോ. പക്ഷെ അതൊന്നുമില്ല, എന്നാ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അൺഅസ്യൂമിങ് ആയിട്ടുള്ളൊരു കഥാപാത്രമായെങ്കിലേ ആൾക്കാർ വിശ്വസിക്കുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ കണ്ട അങ്ങനെ അല്ലടാ അൺഅസ്യൂമിങ് ആയിട്ട് അവന് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രതീക്ഷിക്കില്ല ആൾക്കാർ അങ്ങനത്തെ ഒരു ഈ പറഞ്ഞ ഹൈപ്പൊന്നും ഇല്ലാത്തൊരു കഥാപാത്രമാണ്. അപ്പോൾ ഐ തോട്ട് ഇറ്റ് വാസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പൊ ആദ്യം സിനിമയുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിച്ചിരുന്നു, വാട്ട് ഈസ് യുവർ എക്സൈറ്റ്മെന്റ്? കാരണം പുതിയൊരു സംവിധായകനാണ് ആള്, കഥയും കൊണ്ട് വരുമ്പോൾ നമ്മൾ എന്തായാലും നമ്മളിതിനെ ക്വസ്റ്റ്യൻ ചെയ്യുള്ളൂ. പുതിയൊരാളാണല്ലോ, അയാളുടെ വർക്കുകൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല, ബിക്കോസ് ഐ നോ വാട്ട് വാസ് യുവർ എക്സൈറ്റ്മെന്റ് എന്ന്. നിങ്ങൾക്ക് ഇപ്പം ഭാസിക്ക് എനിക്ക് തോന്നുന്നു ഫുൾ ലെങ്ത് കഥ അറിയുമായിരിക്കും. ചില ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, ഇവർ ക്ലൈമാക്സ് പറഞ്ഞു കൊടുക്കില്ല. ഫോർ ദാറ്റ് ആ ഒരു എക്സൈറ്റ്മെന്റ് അപ്പൊ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ അറിയായിരുന്നോ? എനിക്ക് മിക്ക സിനിമയിലും ഞാൻ അങ്ങനെ കഥ ചോദിക്കാറില്ല. അതെന്താട്ടാ അങ്ങനെ? അല്ല, അവരെന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഷോട്ടിനായിരിക്കും വിളിക്കണത്. ചേട്ടാ അങ്ങനത്തെ ഒരു ലുക്ക് വേണം, ഈ ക്യാരക്ടറിന് ഇങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റിൽ ഇങ്ങനെ ഒരു, ഞാൻ അതാണ് പ്രതീക്ഷിക്കണമെന്ന് ഡയറക്ടേഴ്സ് മിക്കവാറും പറയും. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ബാക്കി അവർ വർക്ക് ചെയ്തോളും. ബാക്കിയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, നമ്മൾ അറിയണ്ട, ബാക്കി അവര് ചെയ്തോളും. മനസ്സിലായി. പക്ഷെ ചേട്ടാ, സിനിമ കണ്ടിറങ്ങി ഒരു 2 മണിക്കൂറിനുള്ള ചേട്ടനെ കണ്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ, എന്താ കാണിച്ചു വെച്ചെങ്കിൽ നമുക്ക് വരുന്ന ഒരു ദേഷ്യമുണ്ട് ഈ ഹക്കീം എന്ന് പറയുന്ന ക്യാരക്ടറിനോട്. അതായത് ഇയാളെ കൈ കിട്ടിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞ പല്ലക്കുരുമി, അത്ര ദേഷ്യം വരുന്നത്. ഹക്കീമിനെ കുറിച്ച് ചേട്ടന് കിട്ടിയ ഒരു ഔട്ട്ലൈൻ എന്തായിരുന്നു ക്യാരക്ടറിനെ കുറിച്ച്? ഒന്നും പറഞ്ഞു തന്നില്ലേ ജോ? ചുമ്മാ ഒന്ന് ചെയ്തിട്ട്. ഞാൻ ഇപ്പൊ എനിക്ക് മനസ്സിലായിടത്തോളം യു ഗൈസ് ഹാവ് ഒരു കണക്ഷൻ അല്ലെ, നിങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത്ര ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളെ എങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക? ഞാൻ ആ ടോയ്ലറ്റ് അധികം ബാസിന്റെ അടുത്തല്ല, ഞാനിപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറിന് ഇപ്പൊ ഞാൻ സെക്കൻഡ് ഷോയിൽ വർക്ക് ചെയ്യുമ്പോൾ ദുൽഖറിന്റെ അടുത്തേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. ഞങ്ങൾക്ക് പരിചയം, ഞങ്ങള് ഫസ്റ്റ് മീറ്റ് ചെയ്യാണ്. പക്ഷെ സൗഹൃദമുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും അവരുടെ ഫ്രണ്ട്സൊക്കെ വരെ ഒരുമിച്ചിരിക്കും, പക്ഷെ ഞാൻ അങ്ങോട്ട് പോവില്ല. അതേപോലെ തന്നെ ഈ ഫിലിമിൽ വർക്ക് ചെയ്തപ്പോഴും ഞാൻ ബാസിൻ്റെ അടുത്തേക്ക് അധികം പോയിട്ടില്ല. ബാസി ലൊക്കേഷനിൽ വന്ന് ആക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ടൈമിലാണ് ഞാൻ ബാസിൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഫുൾ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാറില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഫുൾ ടൈം ഒരു ദിവസമൊക്കെ മുഴുവൻ ഇരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ലൊക്കേഷനിൽ ഞാനത് കീപ്പ് ചെയ്യും. അത് എൻ്റെ ഒരു ഉള്ളിൽ വർക്ക് ചെയ്യണ ഒരു വിജയേട്ടന് വലിയ താല്പര്യം ഇല്ലായിരുന്നു അങ്ങനത്തെ സീൻസ് ചെയ്യാനും. അതിനൊരു എന്താ പറയുക, ക്യാരക്ടറിൽ വളരെയധികം വിശ്വസിച്ച് ഓക്കെ അയാൾ അങ്ങനെ ചെയ്യില്ലല്ലോ, അതിൻ്റെ ആവശ്യമുണ്ടോ,
അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കംപ്ലീറ്റ്ലി. അതിൽ ട്രാവൽ ചെയ്യുന്നൊരു ആളാണ്. ആ ക്യാരക്ടറിൽ എടുക്കുന്ന അല്ല ആളാണ്. അതുകൊണ്ടല്ല, നമ്മളാ ഇതിനകത്ത് വെച്ചെടുത്ത സീനില്ലേ, ബാത്റൂം ടോയ്ലറ്റിൽ വെച്ചെടുത്ത സീൻ. അപ്പൊ ആ സീനിൽ ഞാൻ കൺവിൻസ്ഡ് ആണ്. റൈറ്റർ പറയുമ്പോൾ നമ്മൾ കൺവിൻസ്ഡ് ആവണം. പക്ഷേ ഞാനത് എന്തിനും ചെയ്യണം എന്നാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ നോർമലി അങ്ങനെ ചെയ്യില്ല. എനിക്ക് ഇടിക്കാനാണെങ്കിൽ ഇടിക്കും, കൊല്ലാനാണെങ്കിൽ കൊല്ലും. പക്ഷെ ഞാൻ അങ്ങനത്തെ തരത്തിൽ എന്തിനാ ചെയ്യണേ? പിന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയത് വിജയനല്ല, അത് ക്യാരക്ടറാണ്. പക്ഷെ അത് ദാറ്റ് വാസ് നീഡഡ് കേട്ടോ. ആ പോയിന്റിലാണ് നമുക്ക് അയാളോടുള്ള ഭയങ്കര ദേഷ്യം വരുന്നത്. അല്ലെങ്കിൽ അയാളോട് അത്ര ദേഷ്യം വരില്ല. അല്ലെങ്കിൽ അയാളെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ടല്ലോ, ചെയ്യാണെന്ന് വിചാരിക്കും. പക്ഷെ ആ പോയിന്റിലാണ് അയാൾ ഒരു വില്ലനിസത്തിലേക്ക്, ഒരു നെഗറ്റീവ് ഫീൽഡിലേക്ക് പോകുന്നത്. അതെ, ചില ആൾക്കാർ ഇപ്പൊ ഞാനൊരു റിവ്യൂ കണ്ടപ്പോ പറഞ്ഞു, എന്തിനാണ് ആ പോലീസുകാരൻ അങ്ങനെ ഇത്ര വലുതായിട്ട് ആ ബാസിന്റെ ക്യാരക്ടറിനെ ഇത് ചെയ്യണമെന്നുണ്ട് ഒരു റിവ്യൂല് ഞാൻ കണ്ടു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്കിപ്പോ ഒരാളോട് ഒരു ഇത് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യും. പിന്നെ അതൊരു പേഴ്സണൽ ഗ്രഡ്ജ് ആയിട്ട് മാറും. അങ്ങനെയാണ് അതിനകത്ത്. പിന്നെ മാറ്റർ പോയി. പിന്നെ ഇതാണ് അതിന്റെ ഈ റിവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരുപാട് റിവ്യൂസ് ഞാൻ കേട്ടതിൽ ഒരു 99% റിവ്യൂസും വാസ് കിഡിലൻ എന്ന് പറഞ്ഞിട്ടാണ്. സിനിമ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ തിയേറ്ററിലേക്ക് ആളുകൾ, ഇപ്പൊ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടപ്പോഴും ആള് കുറവായിരുന്നു. ആ ഉള്ള ആളുകൾ പിടിച്ചിരുന്ന് അവിടെ നിന്ന് കാണുന്നുണ്ട്, പക്ഷെ ആള് കുറവാണ്. വാട്ട് ഡു യു തിങ്ക് ദി റീസൺ ഇസ്? മഴ ഞങ്ങളെ ചതിച്ചു. അല്ല, അങ്ങനല്ല. ഐ തിങ്ക് മഴയുണ്ട്. ആ സമയം ഈ ടൈമിലാണ് ഇറങ്ങിയത്. അപ്പോൾ ആൾക്കാർ കുറച്ചും കൂടെ ഒക്കെ കോസി ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് ദ റീസൺ. പക്ഷെ ഭയങ്കര ഒരു തിയേറ്റർ വാച്ചാണ് പടം. എക്സാക്ട്ലി, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം മ്യൂസിക് ഒക്കെ വെച്ചാൽ അത് അങ്ങനെ ഒരു തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണണം. ആ മ്യൂസിക് ഒക്കെ വെച്ച്, മ്യൂസിക്കും ഭയങ്കര രസമുണ്ട്. നല്ല വരുണല്ല മ്യൂസിക്, വരുണിന്റെ മ്യൂസിക് നന്നായിട്ട്. റിവ്യൂസ് ഒരുപാട് കേട്ടിട്ടുണ്ടാവല്ലോ, കാരണം ഇപ്പൊ സിനിമ ഇറങ്ങിയിട്ട് കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് റിവ്യൂസ് കേട്ടിട്ടുണ്ടാവും. റിവ്യൂസിന് കുറവില്ലല്ലോ. അല്ല, പക്ഷെ ഇതിപ്പോ പോസിറ്റീവ് റിവ്യൂസ് ആണല്ലോ, എല്ലാം നല്ല റിവ്യൂസ് ആണ്. കേട്ടതില് ബാസിക്ക് ഭയങ്കര ഒരു കണ്ടന്റ് ഫീൽ തോന്നിയ കാര്യം എന്തായിരുന്നു? അല്ല, ഞാൻ ചോദിച്ചു ഇൻ ജനറൽ. ഞാൻ കണ്ടന്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അത് ഫിനിഷ്. അത് കഴിഞ്ഞ് പിന്നെ അധികം അതിൽ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇമോഷണലി അതാണ് അലമ്പാണ്. അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ ഓൾറെഡി അത്യാവശ്യം പണിയെടുത്തായിരുന്നു. ഹാഡ് ഗിവൺ എവറിത്തിങ് ഫോർ ദ ഫിലിം. അപ്പോൾ പിന്നെയുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് എനിക്ക് ഭയങ്കര ദോഷമായിട്ട് വരും. ഞാൻ ഇനി വേറെ ആരെല്ലാം എന്താ പറയണം നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ പടം വർക്കാവേണ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഐ ഹവ് ഹേർഡ് യു സേയിങ്, ഞാൻ എന്റെ ഇന്റർനെറ്റില് മലയാളം കോണ്ടന്റുകൾ കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അത് മാറ്റിയോ? മാറ്റിയോ? ഇപ്പൊ സന്തോഷമുണ്ടോ? നോ, അങ്ങനെയൊന്നുമില്ല. അത് ഇപ്പൊ നമ്മൾ എല്ലാവർക്കും അങ്ങനെ ചോയ്സുകൾ ഉണ്ടല്ലോ. അങ്ങനെ ഒരു സമയത്ത് എനിക്ക് ചെയ്യേണ്ടി വന്ന്. അപ്പോൾ പിന്നെ ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് പാർട്ട് ഓഫ് ദ ഗെയിം. ഇതിങ്ങനെ തന്നെയാണ് ഇതിന്റെ പരിപാടി. അപ്പോൾ I can't shy away from it. അപ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ ഡോണ്ട് വാച്ച് മലയാളം കണ്ടന്റ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചാനൽ ഫിൽമി ഷേക്കാണ്. മനസ്സിലായില്ലേ? താങ്ക് യു. ചേട്ടൻ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ റിവ്യൂസ് ഡയറക്റ്റ് കേട്ടായിരുന്നോ? ഞാൻ കേട്ടായിരുന്നു. എന്താ റിവ്യൂസും കേൾക്കും. എന്താ പറഞ്ഞ ആൾക്കാര്? കുറച്ചും കൂടെ നന്നായി കൂടെ, കുറച്ചും കൂടി ഒന്ന് നന്നാക്കി കൂടെ. പിന്നെ ഇത്ര വർഷമില്ല അഭിനയിക്കണത്, കുറച്ചും കൂടി നന്നായിട്ട് അഭിനയിച്ചു. there is constructive criticism എല്ലാ പ്രാവശ്യവും. ശരിക്കും അങ്ങനെ പറഞ്ഞ ഒന്ന് പോടുന്നു? ഇല്ല, ശരിക്കും പറഞ്ഞില്ല, വെറുതെ തമാശക്ക്. ആ ടോയ്ലറ്റ് സീൻ ഉണ്ടല്ലോ, ഇപ്പൊ സിനിമയിൽ പറയുന്നത് പോലെ ഡെയിലി ഒരു 2000 to 3000 ആളുകൾ വന്നു പോകുന്ന ഒരു ലൊക്കേഷനിലാണ് നിങ്ങൾ ഇതിന്റെ മെജോറിറ്റി ഷൂട്ട് ചെയ്തിരിക്കുന്നത്, കോട്ടയം മെഡിക്കൽ കോളേജിൽ. എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ ഷൂട്ടിംഗ്? കാരണം ഇത്രയും തിരക്കുള്ള, ഇത്രയും ആളുകളുള്ള, ഹൗ ഡിഡ് യു ഗൈസ് മാനേജ്? അങ്ങനത്തെ അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റ് ആയിരുന്നു. അപ്പൊ I think we had to clean it up. അപ്പോൾ അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്ത് വരുമ്പോൾ പിന്നെ നമുക്ക് ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വരില്ല. പിന്നെ അത് മാറ്റി വെച്ചാൽ ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കി. അപ്പം നമ്മൾ നോക്കിയപ്പോഴേക്കും ഹോട്ടലിലൊരു ഉണ്ടല്ലോ, ഒരു ബാത്റൂം ഉണ്ടല്ലോ. അപ്പോൾ വി ജസ്റ്റ് ക്ലീൻ ഇറ്റ് അപ്പ്. എന്നിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് അതിന്റെ അവസ്ഥ അങ്ങനെ ഇരുന്നിരുന്നത്. അല്ല, ആക്ച്വലി ബാസി ആയതുകൊണ്ടാണ്, ഞാൻ വെറുതെ പറയല്ല, ബാസി ആയതുകൊണ്ട് അത് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചെയ്യില്ലത്. അത് കണ്ടപ്പോഴും ഞാൻ ചെയ്തിട്ട് അവിടെ അഭിനയിക്കാമെന്ന് ഞാൻ പറയില്ല. ഇപ്പൊ ബാസിനെ കുറിച്ച് ആൾക്കാർ പറയും, ബാസി കുറച്ചൊരു ഇതുണ്ടല്ലോ ബാസിനെ കുറിച്ച് പറയുമ്പോ, ബാസി അങ്ങനെ കലക്കനാണ്. അപ്പം അങ്ങനെ എഫേർട്ട് ഇടുന്ന ഒരാളാണ്.
എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണല്ലോ നമുക്കൊരാളോട് ഒരു റെസ്പെക്ട് തോന്നണം. ട്രൂ. ഇല്ല അന്ന് അത് ബേസിക്കലി ലൊക്കേഷൻ ഇല്ലായിരുന്നു, അങ്ങനെ ചെയ്ത് പോയതാണ്. പക്ഷെ ചെയ്തു പോയതാണെങ്കിൽ അത് ഞാൻ പറയട്ടെ, ഞാൻ അത് ബാസിന്റെ ബീങ് എ suggestion വുമൺ ആയിരുന്നു അല്ലേ? എത്ര അർജൻസി വന്നാലും അങ്ങനെ ഒരു ടോയ്ലറ്റിൽ ഞാൻ കേറില്ല. ആ. അങ്ങനെയുള്ള ഒരു അല്ല സ്ഥലത്ത് ഞാനും കേറില്ല, അതിനുവേണ്ടിയല്ലോ ടോയ്ലറ്റ് ആയിരുന്നില്ല ഇഷ്യൂ, നമുക്ക് ഈ ഷോട്ട് എടുക്കണം. ഞാനത് ആലോചിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം ഏതൊരു പടം കണ്ടപ്പോ ലാലേട്ടന്റെ ഒരു പഴയ പടം, ലാലേട്ടനെ എടുത്തിട്ട് എല്ലാരും കൂടി പെരുക്കുക ഇതുപോലൊരു ടോയ്ലറ്റില്. ഇതേപോലൊരു ടോയ്ലറ്റില് പുള്ളി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മറിഞ്ഞ് തിരിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യണം. അതൊരു ഒരു 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 ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പെരുക്കലിന് ഞാൻ കുറച്ച് ഡെഡിക്കേറ്റഡ് ആണ്. നീ സമ്മതിക്ക്, അങ്ങോട്ട് കോംപ്ലിമെന്റ്സ് എടുക്കാൻ കുറച്ച് പ്രശ്നമുണ്ടോ? ഉണ്ട്. അല്ലേ? അതാണ് എല്ലാം ഇങ്ങനെ ഒരുമിച്ച് വരുന്നതുകൊണ്ട് എല്ലാം കൂടെ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ജനറലി എനിക്ക്. പക്ഷെ കുഴപ്പമില്ല, ഐ ആം ഹാൻഡ്ലിങ് ഇറ്റ്. അതുപോലെ പെരുക്കലിന്റെ കേസ് പറഞ്ഞപ്പോഴേ നല്ലോണം എടുത്തിട്ട് പെരുക്കുണ്ടല്ലോ, ആ ചരലിലൊക്കെ ഇട്ട് എടുക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ. അഭിഷേക് വാസ് അതങ്ങനെ തന്നെ വൺ ഷോട്ട് ആയിട്ട് യൂസ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇവനത് മുറിച്ച് കട്ട് ചെയ്ത് കഷ്ണമാക്കിയതാണ്. എന്റെ നെഞ്ച് തകർന്നു പോയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഡയറക്ടേഴ്സ് കട്ടിലുണ്ടാവും അത് സിംഗിൾ ഷോട്ട്. സിംഗിൾ ഷോട്ട് ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് ഒറ്റ ഷോട്ടാണ്. ക്ലൈമാക്സ് ലാസ്റ്റ് ഒരു മറ്റേ ഷാരിഖിന്റെ ഒക്കെ കൂടെ ചരലിലൊക്കെ. ക്ലൈമാക്സ് ആക്ച്വലി 8 മിനിറ്റ് ഷോട്ടാണത്. 1 ഷോട്ട് 8 മിനിറ്റ് ഫൈറ്റ്. 8 മിനിറ്റ് ഫൈറ്റ് ആണ്, കട്ടിയില്ല കേട്ടോ. മനസ്സിലായി. അപ്പൊ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് 8 മിനിറ്റ് പ്രാക്ടീസ് ചെയ്ത് ആദ്യം രാത്രി 3 മണിക്ക് എന്തോ എടുക്കണ്, 2 മണിക്ക് എന്തോ. ഫസ്റ്റ് ടൈം പ്രാക്ടീസ് ചെയ്തു, സെക്കൻഡ് ടൈം പ്രാക്ടീസ് ചെയ്തു, ഓക്കെ റെഡി. വാസി വന്നു, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റണ്ട് മാസ്റ്റർ വന്ന് പറഞ്ഞു ഒരു വട്ടി കൂടി പോണാ നല്ലാ ഇരിക്കും, എന്നാ ഇത് 1 ഷോട്ടാ ഇருக்கு. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ. അപ്പോഴേക്കും ഞാൻ തകർന്ന്. അതൊരു തവണ കൂടി എടുത്തു. കാരണം ഇവിടെ നിന്നല്ലല്ലോ ഫൈറ്റ് ഇവിടെ ചെയ്തിട്ട് പിന്നെ മൂവ് ചെയ്യല്ലേ നമ്മള്. പിന്നെ ഒരു 200 മീറ്റേഴ്സ് മൂവ് ചെയ്തിട്ട് അടുത്തത് കഴിഞ്ഞ് അപ്പൊ ക്യാമറ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അത് അവിടെ സിംഗിൾ ഷോട്ട് ആയിട്ട് ഇട്ടാല് ഫിലിമിനെ ബാധിക്കും. അപ്പൊ എന്തെങ്കിലും സിംഗിൾ ഷോട്ട് വെറുതെ ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടി ഈ ഡ്രിവിന്റെ താഴത്തെങ്കിലും ഞങ്ങൾ ഇട്ടോളാം. അങ്ങനെയല്ല. ഐ ആം ജസ്റ്റ് സൂപ്പർ ഹാപ്പി വിത്ത് ഇതെങ്ങനെയൊക്കെയാ വന്നത്, അതിന്റെ ഏതൊക്കെ രീതിയിലാണ് അത് ഫൈനൽ കട്ട് വന്നിരിക്കുന്നത്, വളരെ ഹാപ്പിയാണ്. ഐ എം ജസ്റ്റ് ടോക്കിംഗ് വാട്ട് എവർ വി വെന്റ് ത്രൂ. നമുക്ക് എന്താ പറയാ, സിനിമ ഉണ്ടാവുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മളുണ്ടാവുന്ന ഒരു സാധനമായിരിക്കില്ല ഫൈനൽ പ്രോഡക്റ്റിൽ വരുന്നത്. അതിലെല്ലാവരുടെ ഇൻപുട്ടും എല്ലാ കാര്യങ്ങളൊക്കെ വന്നാൽ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോം ആയിരിക്കും വരിക. ഇപ്പോൾ വിജയേട്ടൻ പറഞ്ഞ പോലെ ഞാനങ്ങനെ പലതും പറഞ്ഞു വിചാരിച്ച് ഈ പറഞ്ഞ പോലെ സിനിമേനെ ബാധിച്ചാലും പോവും. അപ്പൊ ഒരു മര്യാദക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ബാസിയുണ്ട്, ലാൽ സാറുണ്ട്, സൈജു കുറുപ്പുണ്ട്, വാണി വിശ്വനാഥ് ഉണ്ട്, രജനീകാന്ത്, മമ്മൂട്ടി, മോഹൻലാൽ, എല്ലാം വാണി ചേച്ചി തന്നെ. വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് വാണി ചേച്ചി പ്ലസ് രജനീകാന്ത്, മമ്മൂട്ടി, സുരേഷ് ഗോപി, മോഹൻലാൽ, കുറച്ച് ചിരഞ്ജീവി. ഒരു രക്ഷയില്ല ചേച്ചി വന്ന് അഭിനയിച്ച് പൊളിച്ചല്ല. ഞാൻ ഇന്നലെ വാണിജ്യ തിയേറ്ററിൽ സ്ക്രീനിൽ കാണുമ്പോ മനസ്സിലായിരിച്ചു വേറൊരു ആക്ടർ അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ അത് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. ഹൗ വാസ് ഇറ്റ്? അതായത് ഭാസി പറയൂ, ഈ നമ്മള് ചെറുപ്പത്തിൽ പുള്ളിക്കാരിയുടെ സിനിമകൾ കണ്ടിട്ടുണ്ട്, അത് പല രീതിയിൽ സെയിം തിങ്. അപ്പോൾ അത് തന്നെയാണല്ലോ മുമ്പിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇറ്റ് വാസ് ഗ്രേറ്റ്. കാരണം കണ്ടു വളർന്ന വാൺ ചേച്ചിയുടെ അതേ സ്റ്റൈൽ റോളാണല്ലോ. അപ്പോൾ ഇറ്റ് വാസ് ഗ്രേറ്റ് ടു സീ ദാറ്റ്. എന്താ പറയാ, റിയൽ ആയിട്ട് കാണാൻ അടിപൊളിയായിരുന്നു. അതുപോലെ ലാൽ സാറിന്റെ ആക്ഷനും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ലാസ്റ്റ്. കാരണം പുള്ളി പതുങ്ങിയാണല്ലോ നിന്നിരുന്ന ആദ്യമൊക്കെ. പക്ഷെ ലാസ്റ്റ് വന്നപ്പോ പുള്ളിയുടെ ഒരു ഇതുണ്ടല്ലോ, ഇവിടെ വന്ന് പറഞ്ഞപ്പോഴൊക്കെ ഭയങ്കര കൂളായിട്ടാണ് പറഞ്ഞിട്ട് പോയത്. പക്ഷെ പുള്ളി അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ സ്ക്രീനിൽ ഭയങ്കര ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. ശരിയാ, സ്ക്രീൻ ഇങ്ങനെ നിറഞ്ഞു വെക്കും പുള്ളി ഉണ്ടെങ്കിൽ സെറ്റ്. ഹൈറ്റ് കൂടുതലാണ്. ഞങ്ങളൊക്കെ ഒരേ She's also tall. Yeah, I am very tall. ഇടയ്ക്ക് ഇതിപ്പോ നിങ്ങൾ രണ്ടാളും കൂടി ഒരു സിനിമ ചെയ്തിട്ടില്ലേ? അത് ഓൾമോസ്റ്റ് തീർന്നോ? ഇനി എന്നാ വരിക? എന്തിനാണ് ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? ബാസിക്കതിനെ കുറിച്ച് അറിയില്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതൊരു ഡയറക്ടർക്കല്ല അതിനെ കുറിച്ച് അറിയുള്ളൂ. മറ്റയാളെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കുണ്ട്രാണ്ടി ആപ്പീസിനെ കുറിച്ചാണോ നിങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞു തെറ്റിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട്. നോ, ഞങ്ങളുടെ അദ്ദേഹം ഡയറക്ട് ചെയ്ത് ഞാൻ ഗന്ധർവനെ അഭിനയിക്കുന്ന സിനിമയുടെ പേരാണ്. ഗന്ധർവനല്ല, ദേവേന്ദ്രൻ. അത് ഗന്ധർവനല്ല, ഇത്ര നാളെന്നോട് പറഞ്ഞത്. ഗന്ധർവൻ എന്ന് പറഞ്ഞിട്ട് അഭിനയിപ്പിച്ചത് ശരിക്കും ദേവേന്ദ്രനായിട്ടാണ് സിനിമയിൽ വരിക. ശരി,
ഈ ചേട്ടൻ പറയുന്നത് തമാശയാണോ സീരിയസ് ആണോ എന്ന് മനസ്സിലാവുന്നില്ല. എന്റെ അവസ്ഥ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. പാവം തോന്നുന്നുണ്ട് എനിക്ക്. ഐ ഫീൽ പിറ്റി ഫോർ യു. പറയട്ടെ ശരിക്കും ആൻഡി ആപ്പീസ് അല്ലേ? അത് എന്ത് കൈൻഡ് ഓഫ് സിനിമയാ? അതൊരു കോമഡി ജോണർ. അപ്പൊ ശരിക്കും ദേവേന്ദ്രനാണോ? ശരിക്കും ദേവേന്ദ്രൻ. ശരിക്കും? അയ്യോ അപ്പൊ അതിനാണോ ഈ മുടിയൊക്കെ വളർത്തിയേ? അയ്യോ അല്ലേ? മുടി വളർത്തിയത് കൊണ്ട് എന്നെ ദേവേന്ദ്രനാക്കിയെന്നായിരിക്കും ഞാൻ കറക്റ്റ് ആയിട്ട് അല്ലേ? അതെ 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 ശരിക്കും ആണോ? ഞാൻ കൊറേ നോക്കി, വേറെ ആരെയും പറ്റുന്നില്ല. മുടിയുള്ളൊരുത്തൻ അങ്ങനെയാണ് ബാസിയുടെ. സ്വാഗ് ദേവേന്ദ്രൻ അല്ലേ? മറ്റേ യോ ബ്രോ എന്ന് ദേവന്മാരോട് പറയുന്ന ദേവേന്ദ്രൻ. എനിക്ക് നമ്മുടെ അവിടെ വേറെ ഭാഷയാണ് ശരിക്കും അവിടെയല്ലേ? ദേവലോകത്ത്. അത് കാരണം അതാ വിളിച്ചത്. ഇവിടെ യോ ബ്രോ പറയാറില്ല നമ്മള്. പിന്നെന്താ പറയാ? അതൊന്നും പറയില്ല ഇവിടെ. ഇല്ല ഇല്ല ഇല്ല, അതൊക്കെ സിനിമയില് കണ്ടാ മതി. എന്നത്തേക്ക് റിലീസ് പ്ലാൻ ചെയ്യുന്നത്? ഓണത്തിന് മുമ്പ് ഉണ്ടാവും. ഓണത്തിന് മുമ്പോ ഓണത്തിന് ശേഷം. മഴ പെയ്യാനും പണ്ട് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലായിരുന്നു ജോലി. അല്ല, എന്തെങ്കിലും കാരണവശാൽ നടന്നില്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് ക്രിസ്മസിന് മുമ്പാണെങ്കിൽ മനോരമയ്ക്ക് വളരെ നല്ല കണ്ടന്റ്. ഒരു ടൈം ട്രാവൽ സിനിമ. യെസ്, ഒറിജിനൽ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ട് നടക്കണം ഇപ്പൊ. അതെന്നത്തേക്കാ? അത് എന്നതൊക്കെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ക്രിസ്മസിന് മുൻപോ അല്ലെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ടോ. എല്ലാ വർഷവും ക്രിസ്മസ് ഉണ്ടല്ലോ, അങ്ങനെ പറയരുത്. അങ്ങനെ പറയല്ലേ. അതിനി ഒരു ഐ ഹാവ് ഒരു 15 ഡേയ്സും കൂടെ ഷൂട്ട് ബാക്കിയുണ്ട്. ഓൾമോസ്റ്റ് 80 to 90 ഡേയ്സ് ഷൂട്ട് കഴിഞ്ഞ്. അപ്പോൾ യാ, ടെക്നിക്കലായതുകൊണ്ട് കുറച്ച് സമയം എടുക്കണം നമ്മൾ ഫിനിഷ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് ഏറെക്കുറെ അത്യാവശ്യം നല്ല ടൈം കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തിയേറ്ററിൽ ആള് കുറവാണ്. സിനിമ നല്ലതാണെന്ന് എല്ലാവരും കണ്ടിറങ്ങുന്ന എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ ആള് കുറവാണ്. അപ്പൊ തിയേറ്ററിൽ പോയി സിനിമ കാണാത്ത ആളുകളോട് പറയാനുള്ളത് വേഗം പറയും. വെയിറ്റ് ചെയ്യരുത്, ഇതേ ചാനൽ മനോരമയിൽ നിങ്ങൾ OTT കാണാൻ എങ്ങനെയെങ്കിലും പോയി തിയേറ്ററിൽ സിനിമ കാണണം പ്ലീസ്. താങ്ക് യു. പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ ആൾക്കാർ കാണണം. കാരണം ഇതൊരു പ്രൊഡ്യൂസർ ഇഷ്യൂയും കൂടി അവിടെ ഉണ്ടല്ലോ. അപ്പം എന്ന് വെച്ചാൽ ആൾക്ക് കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ ആൾക്കാർ പോകണം, പരമാവധി സപ്പോർട്ട് ചെയ്യണം. അതിൽ കൂടുതൽ എന്ത് പറയാനാ? ഒന്നും പറയാനായിട്ട് ഒന്ന് ഏറെക്കുറെ ഏതാണ്ട് അതാണ് ഞാൻ ഏറെക്കുറെ കുറെ തവണ ഉപയോഗിക്കുന്നുണ്ട്. എവിടെ സ്ഥലം? ഇവിടെ തന്നെ തൃപ്പൂണിത്തുറ. ഏറെക്കുറെ അത് എവിടെന്നോ കിട്ടിയതാ. അത് ഞാൻ ആരെയോ പഠിപ്പിക്കുകയും ചെയ്തു. ആരായിരുന്നറിയോ? ഏതോ ഒരു ഡോക്ടറിന്. ഡോക്ടർ ഇതെനിക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കാണ്. മാനസിക അല്ല, ഞാൻ ഡോക്ടർമാരുടെ ഇന്റർവ്യൂ എടുക്കാറുണ്ടേ. അല്ല, അപ്പൊ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. അല്ല അങ്ങനെയല്ല. ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് താങ്കൾ. അതിനും മേളില് ആസ് എ സിംഗർ എനിക്ക് നിങ്ങളുടെ ശബ്ദവും പാട്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ബി ദർ, ഇവിടെ ഉണ്ടാവണം. സിനിമകൾ, നല്ല സിനിമകൾ വരട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.